നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി പറവൂർ കോട്ടുവള്ളിയിൽ അയൽവാസിയുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു ആത്മഹത്യയിൽ അടിമുടി ദുരൂഹതയാണ് ഉയരുന്നത്. 10 ലക്ഷം രൂപ ആശാ ബെന്നി, അതായത് മരിച്ച ആത്മഹത്യ ചെയ്തിട്ടുള്ള യുവതി വാങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന. ഈ തുക എന്തിനാണ് ഉപയോഗിച്ചതെന്ന കാര്യത്തിലടക്കം വ്യക്തത വരാനുണ്ട്. ആശയുടെ മരണത്തിൽ ബന്ധുക്കളടക്കം വലിയ വിമർശനമാണ് ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. വളരെ കൊള്ളപ്പലിശയാണ് വാങ്ങിയിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഭാര്യയുടെ പണമിടപാടിനെ കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നില്ലെന്നാണ് ഭർത്താവ് ബെന്നി പറയുന്നത്. ഇതാണ് പല സംശയങ്ങൾക്കും ആക്കം കൂട്ടുന്നത്. ഭാര്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോഴാണ് പണമിടപാടിനെ കുറിച്ച് അറിയുന്നതെന്നാണ് ഭർത്താവ് പറയുന്നത്. അതേസമയം ആശയും അയൽവാസികളായ പ്രദീപും ബിന്ദുവുമായി വലിയ പണമിടപാട് നടന്നതിനും തെളിവുകളില്ല. ഇരുവരുടെയും പണമിടപാടിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് പറയുന്നു. ഡിജിറ്റൽ തെളിവുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ അതും വളരെ സംശയങ്ങൾ ഉയർത്തുകയാണ്. ചെറിയ പണം കൈമാറിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക പരിശോധനകളിൽ തെളിഞ്ഞത്. ഇതോടെ പണമിടപാട് സംബന്ധിച്ച് ദുരൂഹതകൾ തുടരുകയാണ്. പണം കൊടുത്തതിനും വാങ്ങിയതിനും തെളിവുകൾ കൃത്യമായില്ല. അതുകൊണ്ട് തന്നെ എത്ര രൂപയ്ക്ക് ഈ പറയുന്ന ആശ കൊടുത്തു, എത്ര രൂപ ഇനി അവർക്ക് തിരിച്ചു ലഭിക്കാനുണ്ട് എന്നതിനെ കുറിച്ച് ഒന്നും തന്നെ തെളിവുകളില്ല. പണമിടപാടിൽ മറ്റാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയതിന് നടപടി നേരിട്ട ആളാണെന്ന് പുറത്തുവരുന്ന വിവരവുമുണ്ട്. വരാപ്പുഴ ഉരുട്ടിക്കൊലക്കേസിൽ കൈക്കൂലി വാങ്ങിയതിനാണ് പ്രദീപ് കുമാർ നടപടി നേരിട്ടത്. 2018 പറവൂർ സിഐയുടെ ഡ്രൈവറായിരുന്ന പ്രദീപിനെ കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. പ്രദീപ് അന്ന് സസ്പെൻഷനിലായിരുന്നു. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെയും ഭാര്യയും അയൽവാസിയുമായ ബിന്ദു അമിത പലിശ ഈടാക്കുകയും വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്തതിൽ മനം നൊന്താണ് ആത്മഹത്യയെന്ന് സൂചിപ്പിക്കുന്ന കുറിപ്പും പോലീസ് കണ്ടെത്തിയിരുന്നു. കടം വാങ്ങിയ 10 ലക്ഷം രൂപയ്ക്ക് പകരമായി 30 ലക്ഷത്തോളം രൂപ നൽകിയിട്ടും വീണ്ടും പണം ആവശ്യപ്പെട്ട് ബിന്ദുവും ഭർത്താവും പ്രദീപും ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. സംഭവത്തിൽ ഭീഷണിപ്പെടുത്തിയ ബിന്ദുവിനും പ്രദീപ് കുമാറിനെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. മരിച്ച ആശയുടെ ആത്മഹത്യക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും പോലീസ് വ്യക്തമാക്കി. ബിന്ദുവിനെയും പ്രദീപ് കുമാറിനെയും ഇന്നലെ മുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇരുവരെയും അന്വേഷിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. പറവൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും ബിന്ദുവിൽ നിന്നും ഭർത്താവിൽ നിന്നും ഭീഷണി ഉണ്ടായിട്ടും പോലീസ് ഇടപെട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ലെന്നാണ് ആശയുടെ ഭർത്താവ് ബെന്നി പറയുന്നത്. ഭീഷണിയെക്കുറിച്ച് ആശ ആലുവ റൂറൽ എസ്പിക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. പരാതിക്ക് പിന്നാലെ പറവൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുകൂട്ടരെയും വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെ വിളിച്ചു വരുത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ പലിശക്കാർ രാത്രി വീണ്ടും ആശയുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കി. അതിന്റെ ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഗേറ്റിനപ്പുറം നിന്നിട്ട് രാത്രിയാണ് അവരെ ഭീഷണി മുഴക്കുന്നതും പല കാര്യങ്ങൾ വിളിച്ചു പറയുന്നതൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ മനം നൊന്താണ് ആശ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം പറയുന്നത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ്, ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെയാണ് ആശ എഴുതിയ ആത്മഹത്യക്കുറിപ്പും വീട്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. മുതലും പലിശയും തിരിച്ചടച്ചിട്ടും പലിശക്കാർ ഭീഷണി തുടർന്നുവെന്നാണ് ആശയുടെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. അതേസമയം ആശയ്ക്ക് പണം നൽകിയ ബിന്ദുവും ഭർത്താവും വീട്ടിലില്ലെന്ന വിവരം ഇന്നലെ വൈകിട്ടോടെ രണ്ടുപേരും വീട്ടിൽ നിന്ന് പോയെന്നാണ് അയൽവാസികൾ പറയുന്നത്. ആശ ആത്മഹത്യ ചെയ്തതോടെ ഇരുവരും വീട് വിട്ടു പോവുകയായിരുന്നു. സംഭവത്തിൽ പോലീസിനെതിരെയും വ്യാപകമായി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം നടന്നത്. ഉച്ചയോടെയാണ് ആശയെ വീട്ടിൽ നിന്ന് കാണാതായത്. മരണത്തിന് കാരണക്കാരായവരുടെ പേരുകൾ അടക്കമുള്ള കുറിപ്പ് വീട്ടിൽ എഴുതി വെച്ചതിന് ശേഷമാണ് ആശയെ കാണാതാകുന്നത്. പണം ചോദിച്ചെത്തിയവരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഒരാഴ്ച മുമ്പേ ഇവർ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അയൽവാസിയായ റിട്ടയർഡ് പോലീസുകാരൻ പ്രദീപിന്റെയും ഭാര്യ ബിന്ദുവിന്റെയും പേരുകളാണ് ആത്മഹത്യക്കുറിപ്പിൽ പ്രധാനമായും പറയുന്നത്. കഴുത്തറക്കുന്ന കൊള്ളപ്പലിശയായിരുന്നു ഈടാക്കിയിരുന്നത്. 10 ലക്ഷത്തോളം രൂപ ആശ പലിശയ്ക്ക് കടം വാങ്ങിയെന്നതാണ് വിവരം. 1 ലക്ഷത്തിന് മാസം 10,000 രൂപയായിരുന്നു അത്ര പലിശ നൽകാൻ മറ്റിടങ്ങളിൽ നിന്ന് ആശ കടം വാങ്ങിയതായും സൂചനയുണ്ട്. ഇങ്ങനെ കടത്തിന് മുകളിൽ കടം പെരുകിയാണ് സഹിക്കാൻ കഴിയാതെ ആശ ആത്മഹത്യ ചെയ്തത്. പലിശ മുടങ്ങിയപ്പോൾ കടം വാങ്ങിയ തുക ഉടൻ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പണം നൽകിയവർ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇവർ പണം തിരികെ ആവശ്യപ്പെട്ട് നിരന്തരം വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുറിപ്പിലുണ്ട്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ 11-ന് ഇവർ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അന്ന് SP ഓഫീസിൽ ലഭിച്ച പരാതിയെ തുടർന്ന് ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷമാണ് വീട്ടിൽ പോയിട്ട് ഇവർക്കെതിരെ വീണ്ടും ഭീഷണി മുഴക്കിയത്. ആശയെ കാണാതായതിനെ തുടർന്ന് തെരച്ചിൽ നടത്തിയപ്പോഴാണ് സമീപത്തെ പുഴയിൽ നിന്ന് മൃതദേഹം
മൃതദേഹം കിട്ടിയത്. ഏതായാലും ഈ പറയുന്ന പ്രദീപ് കുമാർ, റിട്ടയർഡ് പോലീസ് ഓഫീസറായിട്ടുള്ള പ്രദീപ് കുമാർ, ഭാര്യ ബിന്ദു വീട്ടിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. അവർക്കായിട്ടുള്ള തിരച്ചിലും നടക്കുന്നുണ്ട്. ഇനി സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരുന്നതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് രേഖകൾ അടക്കം പരിശോധിച്ചാലേ എത്ര രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. 24 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുണ്ടായിരുന്നെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. എന്നാൽ ഇത്രയും പണം ആശ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പറവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഭർത്താവ് ബെന്നി ആശ വീടിനടുത്ത് ചെറിയ കട നടത്തിയിട്ടുണ്ടായിരുന്നു. 2 മക്കളാണുള്ളത്. സംസ്കാരം ഇന്ന് കോട്ടുവള്ളി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള കൊള്ളപ്പലിശയ്ക്കെതിരെ മുൻപും ഇത്തരത്തിൽ പല ആളുകളും അത് സഹിക്കാനാവാതെ അല്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇവരുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പോലീസ് ഒരു സംഘത്തെ രൂപീകരിക്കുകയും ഇത്തരത്തിൽ കൊള്ളപ്പലിശ ഈടാക്കുന്നവർക്കെതിരെ കർശനമായ അന്വേഷണം നടത്തുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷണം മന്ദഗതിയിലാകുമ്പോൾ ഇത്തരക്കാർ വീണ്ടും തല പൊക്കുകയാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപക്ഷെ അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്തരത്തിൽ അത്യാവശ്യത്തിന് പണം കൊള്ളപ്പലിശയ്ക്ക് വാങ്ങി അത് ഉപയോഗിക്കുക, പിന്നീട് അത് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാവുകയൊക്കെ തന്നെ ചെയ്തിട്ടുള്ള നിരവധി ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടാകും. ഏതായാലും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി തന്നെ എടുക്കണം. വീണ്ടും ഇത്തരത്തിൽ കൊള്ളപ്പലിശയ്ക്ക് പണം നൽകുന്നവർക്കെതിരെ നടപടി എടുക്കേണ്ടതാണ്.